കേന്ദ്രമന്ത്രിയായതോടെ സുരേഷ് ഗോപിയുടെ അഹങ്കാരം അങ്ങ് കൂടി. താൻ ഒരു സിനിമാ താരം കൂടിയാണെന്നുള്ള അഹമ്മതിയാണ്. കഴിഞ്ഞ കുറച്ചു മുന്നേ ഒരു ക്ഷേത്ര ദർശനത്തിന് സുരേഷ് ഗോപി പോയി. അന്ന് തന്റെ നേരെ നീട്ടിയ ഒരു BJP പ്രവർത്തകന്റെ കൈ അങ്ങ് തട്ടിമാറ്റി. എന്താണല്ലേ ഇങ്ങനെയും മനുഷ്യന് അഹങ്കാരമോ? അതും കൊണ്ട് കഴിഞ്ഞില്ലട്ടോ. എളിമയുടെ കാര്യത്തിലും ഒന്നാം നമ്പർ തന്നെയാണെന്ന് പൊതുജനത്തെ അറിയിക്കാനും ഒരു പ്രത്യേക കഴിവ് സുരേഷ് ഗോപിക്കുണ്ട്. മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ കസേരയ്ക്ക് ആഡംബരം കൂടി പോയെന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് കസേരയിലിരുന്നാണ് മന്ത്രി തന്റെ എളിമ ജനങ്ങളെ കാണിച്ചു കൊടുത്തത്. പിന്നെ പള്ളിയിൽ പോയി പാട്ടുപാടുക തുടങ്ങി എന്തൊക്കെയുണ്ട്. ഇതിനിടയിലാണ് പുതിയ വാർത്തയും വരുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള പ്രതിഫലം കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വമ്പൻ പ്രതിഫലമാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത്. ചിത്രീകരണത്തിനുള്ള ഡേറ്റ് കൊടുക്കുന്നതിന് പുതിയ നിബന്ധനകളും വെച്ചിട്ടുണ്ട്. അഡ്വാൻസ് തുകയുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രധാന നിബന്ധന. 5 ദിവസമോ അല്ലെങ്കിൽ പരമാവധി ഒരാഴ്ചയോ മാത്രമേ ഡേറ്റ് അനുവദിക്കുകയുള്ളൂ. അതുകഴിഞ്ഞുള്ള ഡേറ്റ് പിന്നീട് സൗകര്യം പോലെ കൊടുക്കണമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളതിനാൽ ഘട്ടം ഘട്ടമായി ഡേറ്റ് നൽകാനാവൂ എന്നാണ് സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന. സിനിമാ ഷൂട്ടിങ്ങിനെത്തുമ്പോൾ സെറ്റിൽ 2 കാരവാനുകൾ സജ്ജീകരിക്കണം എന്നാണ് മറ്റൊരു നിബന്ധന. ഒരു കാരവാൻ സുരേഷ് ഗോപിക്കും മറ്റൊന്ന് മന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്. ഉയർന്ന പ്രതിഫലവും അധിക ചെലവ് ഉണ്ടാകുന്ന നിബന്ധനകളും മുന്നോട്ട് വെച്ചതോടെ സുരേഷ് ഗോപിയെ നായകനാക്കി പ്രഖ്യാപിച്ച പല പ്രൊജക്ടുകളിൽ നിന്നും നിർമ്മാതാക്കൾ പിന്നോട്ടു പോയി. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ കമ്പനിയുടെ പ്രൊജക്ടും ഇത്തരത്തിൽ ഉപേക്ഷിച്ചവയിൽ ഉൾപ്പെടുന്നു. വൻ പ്രതിഫലം നൽകി സിനിമ നിർമ്മിച്ചാൽ തിയേറ്ററുകളിലും OTTയിലും ഓടിച്ചാലും മുടക്കുമുതൽ പോലും ലഭിക്കില്ലെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. സുരേഷ് ഗോപിക്ക് വൻ പ്രതിഫലം നൽകി പടമെടുത്താൽ മറ്റ് നടീനടന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും പ്രതിഫലവും മറ്റു ചെലവുകളുമായി 20 കോടി രൂപയെങ്കിലും മുടക്കേണ്ടി വരും. ചിത്രം സൂപ്പർ ഹിറ്റായില്ലെങ്കിൽ ഈ തുക തിരിച്ചുപിടിക്കാനാവില്ലെന്നും നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ നായകനാക്കി മെഗാ ചിത്രമായി ആസൂത്രണം ചെയ്ത ശ്രീ പത്മനാഭൻ എന്ന ടൈറ്റിലുള്ള ചിത്രം പോലും ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയതെന്നും നിർമ്മാതാക്കൾ പറയുന്നു. കേന്ദ്രമന്ത്രിയായ ശേഷമാണ് സുരേഷ് ഗോപി സിനിമയുടെ പ്രതിഫല തുക കുത്തനെ ഉയർത്തിയത്. ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ് ആഘോഷിച്ച പാപ്പൻ എന്ന ചിത്രത്തിന് 3 കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയത്. 2.5 കോടിക്ക് കരാറായ ശേഷം പിന്നീട് ഡബ്ബിംഗ് സമയത്ത് 1/2 കോടി കൂടി പ്രതിഫലം ആവശ്യപ്പെടുകയായിരുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ ഗരുഡന് 7 കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയത്. കേന്ദ്രമന്ത്രിയായ ശേഷം ഒറ്റയടിക്ക് 10 കോടി രൂപയായി പ്രതിഫലം ഉയർത്തിയതാണ് നിർമ്മാതാക്കളെ ഞെട്ടിച്ചത്. സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾക്ക് OTT വിപണിയിലും വലിയ മൂല്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു തരത്തിലും പ്രൊജക്ട് ലാഭകരമാകില്ലെന്നാണ് നിർമ്മാതാക്കളെ അലട്ടുന്ന പ്രശ്നം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.